ലോകത്താകമാനമുള്ള വാഹനപ്രേമികൾ ഏറ്റവും അധികം മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന വാഹനങ്ങൾ ആണ് അമേരിക്കൻ ബ്രാൻഡുകളായ ജീപ്പ് വ്രാംഗ്ലറും ഫോർഡ് ഫോക്കസും കൂടാതെ ജാപ്പനീസ് ബ്രാൻഡുകളായ ഹോണ്ട സിവിക്കും സുസുക്കി എസ്ക്യൂഡോയും ഒക്കെ. ഈ വാഹനങ്ങളുടെയൊക്കെ ലിസ്റ്റിലേക്ക് സുസുക്കിയുടെ തന്നെ മറ്റൊരു ചെറുവാഹനം കൂടി ചേർക്കപ്പെട്ടു. അതാണ് സുസുക്കി സ്വിഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ മാരുതി സുസുക്കി സ്വിഫ്റ്റിന്റെ വിശേഷങ്ങളാണ്. വെൽവിൻ റെക്കോർഡ്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആരും ഇഷ്ടപ്പെടുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള രൂപവും ഉപയോഗിക്കാൻ വളരെ ഈസിയായ കോമ്പാക്ട് സൈസും ഫ്യൂവൽ എഫിഷ്യൻസിയും റീസെയിൽ വാല്യൂവും സർവീസും ഒക്കെ മുൻനിർത്തിയാകാം ഇന്ത്യൻ ജനത സ്വിഫ്റ്റിനെ നെഞ്ചോട് ചേർത്തത്. എവിടെയൊക്കെ ഒരു മിനി കൂപ്പർ ഛായയും മോഡിഫൈ ചെയ്താൽ വാഹനത്തിന് കിട്ടുന്ന ലുക്കും നിരത്തുകളിൽ പബ്ലിക്കിൽ നിന്നും കിട്ടുന്ന അറ്റൻഷനും ഒക്കെ കൊണ്ടാകാം സ്ത്രീ പുരുഷ ഭേദമന്യേ യുവതലമുറയുടെ ഇടയിൽ സ്വിഫ്റ്റിന് ഇത്രയേറെ പ്രചാരം ലഭിച്ചത്. മനം മയക്കുന്ന രൂപഭംഗിയും ഇന്റീരിയർ മികവും ഒക്കെ യുവതലമുറയെ ഈ വാഹനത്തോട് അടുപ്പിക്കുന്നു. ഡിസൈൻ മികവുകൊണ്ട് ഒരു സ്പോർട്ടി ലുക്ക് പ്രദാനം ചെയ്യുന്ന ഈ വാഹനം ഇഗ്നീസിന്റെയും ബലേനയുടെയും ഇടയിലാണ് മാരുതി സുസുക്കി ഈ വാഹനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വിഫ്റ്റിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ വാഹനത്തിന്റെ ഫ്രണ്ട് പ്രൊഫൈൽ തന്നെയാണ്. വളരെ വലിയ ഗ്രിൽ ഏരിയയും LED-യോടുകൂടിയ DRL ഹെഡ്ലാമ്പ് യൂണിറ്റും അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ബേസ് വേരിയന്റ് മുതൽ ടോപ്പ് വേരിയന്റ് വരെ ഫ്രണ്ട് ഗ്രിൽ ഡിസൈനിൽ വലിയ വ്യത്യാസം വരുന്നില്ല. അത് ഒരു പ്ലസ് പോയിന്റായി കണക്കാക്കാം. ഇനി ഫോഗ് ലാമ്പിന്റെ ഭാഗത്തേക്ക് വന്നാൽ സ്ലോട്ട്സ് മാത്രമാണ് ബേസ് വേരിയന്റുകളിൽ കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലാമ്പ് ഓപ്ഷണൽ ആണ്. ആഫ്റ്റർ മാർക്കറ്റോ ജെന്യൂൻ അക്സസറീസ് ആയോ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഹെഡ്ലാമ്പ് ഹാലജൻ ആൻഡ് പ്രൊജക്ടർ മിക്സഡ് യൂണിറ്റ് ആണ്. ഹെഡ്ലാമ്പ് യൂണിറ്റിനുള്ളിൽ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നത്. അതിൽ ഹാലജൻ ബൾബുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ZXi വേരിയന്റ് മുതലാണ് LED ഹെഡ്ലാമ്പുകൾ ലഭ്യമാകുക. കൂടാതെ ഏറ്റവും താഴെയായി ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് ഒക്കെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത്ര വലിയൊരു മാറ്റം എടുത്തു പറയാൻ ഇല്ലെങ്കിലും പഴയ മോഡലുകളുടെ സ്റ്റൈലും സ്വഭാവവും ഒക്കെ ഈ വാഹനത്തിലും നിലനിർത്തിയിട്ടുണ്ട്. ബോഡി കളേർഡ് ആയിട്ടുള്ള സൈഡ് വ്യൂ മിറേഴ്സ് ആണ് വരുന്നത്. ബേസ് വേരിയന്റുകളിൽ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ബോഡിയിൽ ആണ് വരുന്നത്. എന്നാൽ ടോപ്പ് മോഡലുകളിൽ സൈഡ് വ്യൂ മിററിൽ ആണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. 15 ഇഞ്ചിന്റെ അലോയ് റിംസിൽ 185/65 സൈസിൽ ഉള്ള ടയേഴ്സ് ആണ് വരുന്നത്. എന്നാൽ ഇത് ബേസ് വേരിയന്റുകളിൽ 14 ഇഞ്ചിന്റെ സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. ബി പില്ലർ ബോഡി കളേർഡ് തന്നെയാണ്. എന്നാൽ ഡ്യുവൽ ടോൺ വാഹനത്തിൽ ബ്ലാക്ക് കളർ ആണ് വരുന്നത്. വളരെ വലിയ ഒരു സി പില്ലർ ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. എങ്കിലും നല്ല ഗ്ലാസ് ഏരിയ പിൻസീറ്റ് യാത്രക്കാരന് ലഭിക്കുന്നുണ്ട്. ബാക്കിലെ ഗ്ലാസ് സി പില്ലറിലേക്ക് ഒരു കേർവ്ഡ് ആയിട്ടാണ് വന്നു ചേർന്ന് നിൽക്കുന്നത്. ഡോർ പാനലുകളുടെ താഴെയായി ബോഡി ക്ലാഡിങ്സോ ഒന്നും നൽകിയിട്ടില്ല. ഡോർ ഹാൻഡിൽസ് ഒക്കെ ബോഡി കളേർഡ് ആയിട്ടുള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കീലെസ് എൻട്രിയുടെ സ്വിച്ചുകളും ഇവിടെ കാണാം. ഇനി വാഹനത്തിന്റെ പിന്നിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് വേരിയന്റും ബേസ് വേരിയന്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ആകെ എടുത്തു കാണിക്കുന്ന ഒരേ ഒരു വ്യത്യാസം വൈപ്പേഴ്സ് ആണ്. ZXi വേരിയന്റ് മുതലാണ് ബാക്ക് വൈപ്പേഴ്സ് വരുന്നത്. ടെയിൽ ലാമ്പ് യൂണിറ്റ് ഒക്കെ സെയിം ആണ് എല്ലാ വേരിയന്റുകളിലും. ഒരു LED ആൻഡ് ഹാലജൻ മിക്സഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഇത്. ബേസ് വേരിയന്റ് മുതൽ ടോപ്പ് എൻഡ് വരെ ആന്റിനയുടെ ഡിസൈനും സുസുക്കിയുടെ ലോഗോയും സ്വിഫ്റ്റിന്റെ ബാഡ്ജിങ്ങും എല്ലാം ഒരേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ഒരു സിംഗിൾ പീസ് ആയിട്ടുള്ള ബാക്ക് ബമ്പർ ആണ് നൽകിയിട്ടുള്ളത്. അതിൽ 4 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും റിവേഴ്സ് ക്യാമറയും നൽകിയിരിക്കുന്നു. ബമ്പറിന്റെ ഏറ്റവും താഴെയായി ചെറിയ 2 റിഫ്ലക്റ്റേഴ്സും നൽകിയിട്ടുണ്ട്. വാഹനത്തിന്റെ ടോപ്പിൽ റൂഫ് റെയിൽസ് ഒന്നും തന്നെ ഒരു വേരിയന്റുകളിലും നൽകുന്നില്ല. വളരെ സ്ലീക്ക് ഡിസൈനിൽ വന്നിട്ടുള്ള ടോപ്പ് മൗണ്ടഡ് ബ്രേക്ക് ലാമ്പ് നല്ല ഭംഗി നൽകുന്നുണ്ട്. മാനുവലായിട്ട് വേണം ബൂട്ട് സ്പേസ് തുറക്കുവാൻ. 265 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത്. കൂടാതെ 60/40 ഫോൾഡ് ചെയ്യാവുന്ന റിയർ സീറ്റ് ആയതിനാൽ കൂടുതൽ ലഗേജ് സ്പേസ് ലഭിക്കുകയും ചെയ്യും.
ചെറിയ സാധനങ്ങളൊക്കെ വെക്കുവാനായി നല്ലൊരു പാഴ്സൽ ട്രേയും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ബേസ് വേരിയന്റുകളിൽ ബൂട്ടിനുള്ളിൽ ലൈറ്റ്സ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ ഉയർന്ന വേരിയന്റുകളിൽ ലൈറ്റ്സ് നൽകിയിട്ടും ഉണ്ട്. ബൂട്ട് സ്പേസിന്റെ തൊട്ട് താഴെയായിട്ടാണ് സ്പെയർ വീൽ വെക്കാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. എന്നാൽ വാഹനത്തിന്റെ ജാക്കിയും ബേസിക് ടൂൾ കിറ്റും ഒക്കെ ബൂട്ടിന്റെ വലതുവശത്തായി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സുസുക്കി സ്വിഫ്റ്റിന്റെ എക്സ്റ്റീരിയർ കാഴ്ചകൾ. ഇന്റീരിയർ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുന്നായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മുൻപ് മാരുതി വാഹനങ്ങളിൽ കണ്ടുപരിചിതമായ വളരെ ലളിതമായൊരു കീയാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. സെന്റർ ലോക്കിംഗ് സിസ്റ്റവും കീയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഡോർ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ അതിമനോഹരമായ ബ്ലാക്ക് ഇന്റീരിയർ ആണ് കാണാൻ സാധിക്കുക. ഒരുപാട് പുതുമകൾ ഉള്ള ഇന്റീരിയർ ആണ് ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ ഒന്ന്. ഫാബ്രിക് അപ്പോസ്റ്ററിയിലാണ് വാഹനത്തിന്റെ ഏറിയ ഭാഗവും. അതിമനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് സീറ്റുകൾ അത്യാവശ്യം നല്ല ലെഗ് റൂമും ഹെഡ് റൂമും നൽകുന്നുണ്ട്. മാനുവലായി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റിൽ നല്ല തായ് സപ്പോർട്ടും നൽകുന്നുണ്ട്. ഇനി ഡോർ പാനലുകളിലേക്ക് വന്നാൽ പ്ലാസ്റ്റിക് ആൻഡ് ഫാബ്രിക് മിക്സ് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. പവർ വിൻഡോയുടെ കൺട്രോളുകളെല്ലാം ഡോർ പാനലുകളിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും താഴെയായി വാട്ടർ ബോട്ടിൽ ഹോൾഡറും അതിന് തൊട്ടു സമീപത്തായി സ്പീക്കർ സിസ്റ്റവും നൽകിയിരിക്കുന്നു. ഡോർ ഓപ്പൺ ലിവേഴ്സ് എല്ലാം മുൻപ് മാരുതി വാഹനങ്ങളിൽ കണ്ടിട്ടുള്ളത് പോലെയുള്ള ഡിസൈൻ തന്നെയാണ്. മാരുതിയുടെ പല വാഹനങ്ങളിൽ കണ്ടു പരിചിതമായ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് തന്നിട്ടുള്ളത്. അതിൽ തന്നെ ഓഡിയോയുടെയും ഫോണിന്റെയും കൺട്രോൾ സ്വിച്ചുകളെല്ലാം നൽകിയിരിക്കുന്നു. ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൽ റീച്ച് ഓപ്ഷൻ വരുന്നില്ല. കയറ്റം ഉള്ള പ്രദേശങ്ങളിലൊക്കെ വാഹനം നിർത്തിയിട്ട് വീണ്ടും മുന്നോട്ട് എടുക്കുമ്പോൾ വാഹനം പിന്നിലേക്ക് പോകാതിരിക്കുവാനുള്ള ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺ എല്ലാം സ്റ്റിയറിംഗ് വീലിന്റെ സമീപത്ത് വലതുവശത്തായി നൽകിയിരിക്കുന്നു. കൂടാതെ ഇതിന്റെയൊക്കെ താഴെയായി പെട്രോൾ ലിഡിന്റെയും ബോണറ്റ് ഓപ്പണിന്റെയും ലിവർ നൽകിയിരിക്കുന്നു. ഇത് മുൻ മോഡലുകളിൽ ഡ്രൈവർ സീറ്റിന്റെ സമീപത്തായിരുന്നു കൊടുത്തിരുന്നത്. അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നല്ല സ്പോർട്ടി ലുക്കാണ് വാഹനത്തിന് നൽകുന്നത്. ടച്ച് സ്ക്രീനോട് കൂടിയ നല്ലൊരു ഓഡിയോ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, സുസുക്കി കണക്ട്, നാവിഗേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ള സിസ്റ്റം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഡോർ പാനലുകളിലും ഒക്കെ അതിന്റെ ടീറ്റർ നൽകിയിരിക്കുന്നു. ടച്ച് സ്ക്രീനിന്റെ തൊട്ട് താഴെയായി തന്നെ 2 AC വെന്റുകളും അതിന്റെ മധ്യഭാഗത്തായി ഹസാർഡ് സ്വിച്ചും നൽകിയിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുകളും അതിന് സമീപത്തായി തന്നെ കാണാം. 12 വോൾട്ടിന്റെ ചാർജിംഗ് സോക്കറ്റിന് സമീപത്തായി ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസും 2 കപ്പ് ഹോൾഡേഴ്സും നൽകിയിട്ടുണ്ട്. സ്വിഫ്റ്റിന്റെ ഉയർന്ന വേരിയന്റുകളിൽ വയർലെസ് ചാർജിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമായതിനാൽ അതിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് ലിവർ ആണ് ഈ കാണുന്നത്. ഹാൻഡ് ബ്രേക്ക് ലിവർ ഒക്കെ വളരെ നോർമലായ ഡിസൈൻ ആണ് നൽകിയിട്ടുള്ളത്. ഹാൻഡ് റെസ്റ്റ് ഒന്നും ഈ വാഹനത്തോടൊപ്പം നൽകിയിട്ടില്ല. അത്യാവശ്യം കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്ലോ ബോക്സും നൽകിയിട്ടുണ്ട്. വളരെ നോർമൽ ആയ ഒരു സെന്റർ റിയർ വ്യൂ മിറർ ആണ് വന്നിരിക്കുന്നത്. ഇതിൽ പൊസിഷൻ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ സമീപത്തായി കൊടുത്തിരിക്കുന്ന സൺഷെയ്ഡും റീഡിംഗ് ലൈറ്റ്സും ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ളവ തന്നെയാണ്. മുൻനിരയിലെ സീറ്റുകളെ പോലെ തന്നെ നല്ല നിലവാരമുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് പിന്നിലെ സീറ്റുകളും നിർമ്മിച്ചിരിക്കുന്നത്. 3 പേർക്ക് വളരെ സുഖപ്രദമായി യാത്ര ചെയ്യത്തക്ക രീതിയിലാണ് ഈ സീറ്റിന്റെ നിർമ്മിതി. പിൻസീറ്റ് യാത്രക്കാർക്കും നല്ല ലെഗ് സ്പേസും ഹെഡ് റൂമും എല്ലാം നൽകുന്നുണ്ട്. കൂടാതെ പിൻസീറ്റ് യാത്രക്കാർക്കും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള AC വെന്റ്സും നൽകിയിട്ടുണ്ട്. AC വെന്റ്സിന്റെ തൊട്ട് സമീപത്തായി തന്നെ 2 USB ചാർജിംഗ് പോർട്ടും നൽകിയിരിക്കുന്നു. ഫ്രണ്ട് ഡോർസിലെ ഗ്ലാസുകൾക്കൊക്കെ ഓട്ടോമാറ്റിക് അപ്പ് ആൻഡ് ഡൗൺ ഫെസിലിറ്റിയും നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 3860 mm, വീതി 1735 mm, ഉയരം വരുന്നത് 1520 mm, വീൽ ബേസ് വരുന്നത് 2450 mm ആണ്. കൂടാതെ 163 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനം നൽകുന്നുണ്ട്. 2025 4ാം തലമുറ സ്വിഫ്റ്റിലേക്ക് എത്തിയപ്പോൾ വാഹനത്തിന്റെ എഞ്ചിൻ വളരെ റിഫൈൻഡും സൈലന്റും ആയിട്ടുണ്ട്. ഒരു 1.2 ലിറ്റർ Z12 ഈ സീരീസിൽ വരുന്ന എഞ്ചിനിൽ 3 സിലിണ്ടറുകളാണ് നൽകിയിരിക്കുന്നത്. 37 ലിറ്റർ ആണ് വാഹനത്തിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. ഏകദേശം 24.8 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. ഇത് CNG വേർഷനിലേക്ക് എത്തുമ്പോൾ 32.85 കിലോമീറ്റർ പെർ കിലോഗ്രാം ആണ് വാഹനത്തിന് ലഭിക്കുന്ന മൈലേജ്. വാഹനത്തിന്റെ ബ്രേക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട്
ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്സും ആണ് വരുന്നത്. വളരെ മികച്ച സസ്പെൻഷനാണ് സ്വിഫ്റ്റിന്റെ പ്രത്യേകതകളിൽ ഒന്ന്. മുൻപിൽ മാക് ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷനും പിന്നിൽ ടോർസൺ ബീം സസ്പെൻഷനുമാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 9 വേരിയന്റുകളിലായിട്ടാണ് മാരുതി ഈ വാഹനത്തെ വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനിൽ LXi, VXi, VXi പ്ലസ് ഓപ്ഷൻ, ZXi, ZXi പ്ലസ് എന്നീ വേരിയന്റുകളിലും ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ VXi ഓപ്ഷണൽ, ZXi പ്ലസ് എന്നീ വേരിയന്റുകളിലുമാണ് ലഭിക്കുക. സ്വിഫ്റ്റിന്റെ എല്ലാ വേരിയന്റുകളിലും 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി നൽകിയിരിക്കുന്നു. മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് നിറങ്ങളിൽ ഏകദേശം 10 ഷെയ്ഡുകളിൽ എത്തുന്ന ഈ വാഹനത്തിന്റെ എക്സ് ഷോറൂം പ്രൈസ് തുടങ്ങുന്നത് LXi മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിന് 5,78,900 രൂപ മുതലും ZXi പ്ലസ് മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിന് 8,19,900 രൂപയും ആണ്. ഓട്ടോമാറ്റിക് വകഭേദമായ VXi AGS വാഹനത്തിന് 7,03,900 രൂപയിൽ ആരംഭിച്ച് ടോപ്പ് മോഡലായ ZXi പ്ലസ് AGS മോഡലിന് 8,64,900 രൂപയിലുമാണ് സ്വിഫ്റ്റിന്റെ കേരളത്തിലെ എക്സ് ഷോറൂം പ്രൈസ് അവസാനിക്കുന്നത്. നോർമലായി വാഹനത്തിന് വാറന്റി വരുന്നത് 1,00,000 കിലോമീറ്ററും 3 വർഷവും ആണ്. എന്നാൽ ഇത് 6 വർഷവും 1,60,000 കിലോമീറ്ററായി ഉയർത്തുവാനും സാധിക്കും. അതിനായി LXi മാനുവൽ ട്രാൻസ്മിഷൻ മോഡലിന് 10,596 രൂപ മുതൽ ZXi പ്ലസ് AGS മോഡലിന് 20,662 രൂപയുമാണ് അധികമായി നൽകേണ്ടത്. ഇപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിന് കസ്റ്റമർ ഓഫറായി 15,000 രൂപയും ഓട്ടോമാറ്റിക് AGS വാഹനത്തിന് 20,000 രൂപയും കസ്റ്റമർ ഓഫറായി ലഭിക്കും. കൂടാതെ NRIസിന് 5,200 രൂപയും എക്സ്ചേഞ്ച് ഓഫറായി 15,000 രൂപയും കോർപ്പറേറ്റ് ഓഫറായി 2,500 രൂപയും ഓൺ റോഡ് പ്രൈസിൽ നിന്നും ഇളവ് ലഭിക്കും. ഇവയ്ക്കെല്ലാം പുറമെ CCP അഥവാ കസ്റ്റമർ കൺവീനിയന്റ് പാക്കേജും ലഭ്യമാണ്. അതിനായി LXi മാനുവൽ ട്രാൻസ്മിഷൻ മോഡലിന് 3,009 രൂപയും ZXi പ്ലസ് മാനുവൽ ട്രാൻസ്മിഷന് 4,331 രൂപയും അധികമായി നൽകണം. നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യുവാനായി അവസരം ഒരുക്കിയത് വെണ്ണിക്കുളം ടൗണിന് സമീപത്ത് പള്ളിമുക്ക് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന പോപ്പുലർ അരീന ഷോറൂമിൽ നിന്നാണ്. ഷോറൂമിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് 2025 മാരുതി സുസുക്കി സ്വിഫ്റ്റിന്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.